ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അതിനോടൊപ്പം തന്നെ ആരാണ് റണ്ണർ അപ്പ്, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് പുറത്തായത്, എല്ലാത്തിനുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ഇത് സ്പോയിലറാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണണ്ട കേട്ടോ. എക്സ്ക്ലൂസീവ് ആയിട്ട് എപ്പിസോഡിൽ തന്നെ കണ്ടാൽ മതി. ഷൂട്ടിംഗ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ അനുബന്ധിച്ച് ഇപ്പോൾ എവിക്ഷൻ ഇന്നത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പരിപാടി കഴിയുമ്പോൾ അടുത്ത എവിക്ഷൻ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നാലാമത് പുറത്തായത്, അതായത് റണ്ണറപ്പ് നാലാമത് പുറത്തായിട്ടുള്ളത് അനീഷ് എന്ന് പറഞ്ഞൊരു ഞെട്ടിക്കുന്ന വാർത്തയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനീഷ് അങ്ങനെ റണ്ണറപ്പായി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കില്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ പുള്ളിക്കാരി തന്നെയാണ് ഒന്നാം സ്ഥാനം എടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത. ഇനി നമ്മളേറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറെ കാത്തിരുന്ന ആ എവിക്ഷൻ എങ്ങനെയാണ് നടന്നതെന്നല്ലേ. അതായത് നമ്മളെപ്പോഴും എല്ലാ സീസണിലും കാണുന്നത് പോലെ തന്നെ ലാലേട്ടൻ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് സ്റ്റേജിലോട്ട്. എന്നിട്ട് ഒരാളുടെ കൈ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം അല്ല, എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനീഷ് സത്യം പറഞ്ഞ നല്ലൊരു മത്സരാർത്ഥിയാണ്. അനീഷ് എല്ലാവരും മുമ്പിൽ അല്ലെങ്കിൽ ലാലേട്ടന് മുമ്പിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ട ഞാൻ ഇതുവരെ വിചാരിച്ചില്ല ഇത്രയും ദൂരം വരാൻ പറ്റുമെന്നും, ഇത്രയും പേരെ അതൊരു കോമൺ മാൻ എന്ന് പറഞ്ഞൊരു ടാഗിൽ വന്നിട്ട് എനിക്ക് ഇത്രയും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവാനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അനീഷും അതുപോലെ തന്നെ അനുമോളും സ്റ്റേജിലോട്ട് വരുമ്പോൾ തന്നെ അവിടെയുള്ള പ്രേക്ഷകരായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ എവിക്റ്റ് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികളൊക്കെ വൻ രീതിയിൽ കാറി പൊളിക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ന്യൂസിൽ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോളാണോ അല്ലെങ്കിൽ അനീഷാണോ കപ്പടിച്ചതെന്നും. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ചിലപ്പോൾ എനിക്ക് ഫേക്ക് ന്യൂസ് ഇപ്പോൾ ആരെങ്കിലും സ്പ്രെഡ് ചെയ്ത് വിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വോട്ട് അനുമോൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്, നല്ല രീതിയിലുള്ള വോട്ട് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അനുമോൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ എന്നാണ്. അപ്പോൾ പി ആറിൻ്റെ ബലത്തിൽ അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ അനുമോൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് വലിയ രീതിയിലുള്ള ബ്ലാക്ക് മാർക്ക് ആയേക്കാം. പി ആറിൻ്റെ ബലത്തിൽ ജയിച്ചു, അപ്പോൾ അത്രയുള്ള ബിഗ് ബോസ് ഷോ. അപ്പോൾ പുറത്തുനിന്ന് ഒരു 15-16 ലക്ഷം കൊടുത്തിട്ട് വരുവാന്നുണ്ടെങ്കിൽ കപ്പ് പൊക്കാന്നല്ലേ ഉള്ളൂ എന്നൊരു ചിന്ത എല്ലാവർക്കും വരുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ചിലപ്പോൾ അനീഷിനെ ജയിപ്പിച്ചുകൂടാന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അലിഗേഷൻ്റെ പക്ഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്, അത് ഉറപ്പിച്ച് പറയാം. അതേ സമയത്ത് ഇങ്ങനെ ഒരു അലിഗേഷൻസ് ബിഗ് ബോസ് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അനീഷിനെ ജയിപ്പിച്ചേ പറ്റൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട്. അനീഷ് പുറത്തായി, നാലാമത് അനീഷ് എവിക്റ്റ് ആയിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ് പ്രകാരം അനീഷ് നാലാമത് പുറത്തായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുക, ആരാണ് കപ്പടിക്കാൻ ഡിസേർവിങ്, ആരാണ് കപ്പടിക്കുന്നത് എല്ലാം നിങ്ങൾ പറയുക. അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.